ആളുകളുടെ ഒരു പങ്കാളിത്തം എത്ര പേർ എത്ര ദിവസം ഈ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി ഈ അന്നങ്ങൾ തയ്യാറാക്കാൻ അതുപോലെ ഈ സാധനങ്ങൾ ശേഖരിക്കാൻ അങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ. എത്ര എത്ര ദിവസം എത്ര പേർ നമ്മൾ ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്? എത്ര ആളുകളുടെ ഒരു കഷ്ടപ്പാടാണ് ഇതിന് പിന്നിലുള്ളത്? ഈ 16 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് പടയണി. അപ്പോൾ ഈ 16 ദിവസങ്ങൾ കൊണ്ടാണ് നിങ്ങൾ ഈ കാണുന്ന പുറത്ത് കാണുന്ന അന്നങ്ങളും കോലങ്ങളും എല്ലാം തടിക്കൂട്ടിൽ നിന്ന് നമ്മൾ കാണുന്ന അന്നങ്ങളിലേക്കും കോലങ്ങളിലേക്കും മാറുന്നത് ഈ ജനത്തിൻ്റെ ശ്രമം കൊണ്ടാണ്. ഇതിൽ ബഹുഭൂരിപക്ഷവും പണമൊന്നും മേടിക്കാതെ അവരുടെ വോളണ്ടിയർ ആയിട്ടുള്ള ഒരു നിർലോഭമായ പ്രവർത്തനം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ജനങ്ങളുടെ പ്രവർത്തന ആ ഇതൊക്കെ നമുക്ക് അളക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. എങ്കിലും നമ്മുടെ ഒരു ഏകദേശ കണക്കൂട്ടലെന്ന് വെച്ചാൽ ഒരു 1500 മനുഷ്യദിനങ്ങൾ ആളുകൾ ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പല വഴിക്ക് നിങ്ങൾ നോക്കുമ്പോൾ അറിയും, മൈതാനത്തിൽ പല സ്ഥലത്ത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പണികളിങ്ങനെ തുടരുകയാണ്. അത് കൃത്യമായ ഒരു ടൈം ടേബിൾ ഒന്നും വെച്ചില്ല. ആളുകൾ കുറച്ച് പേര് കൂടിയിട്ട് ഒരു കോലം ചെയ്യണം അല്ലെങ്കിൽ അന്നം ചെയ്യണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവരത് എത്ര മണിക്കൂർ നിന്നാണേലും ചെയ്യും. അതിൻ്റെ പെർഫെക്ഷൻ അത് പെർഫെക്റ്റ് ആയിരിക്കണം. കാരണം വർക്കിൽ ഏറ്റവും പെർഫെക്റ്റായി ചെയ്യണമെന്നുള്ള നിർബന്ധമുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടി വരുമ്പോഴത്തേക്ക് ഇത് നമുക്ക് വിലയിടാൻ സാധ്യമല്ലാത്ത ഒരു മാനുഷികത്വമാണ്. അത് തന്നെയാണ് ഈ പടയണിയുടെ ഏറ്റവും വലിയൊരു അത്ഭുതം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഏറ്റവും വലിയ എല്ലാ വർഷവും പടയണിക്ക് ആളുകൾ കൂടുന്നത് അതുകൊണ്ട് തന്നെയാണ്. കാരണം നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഒരു വലിയ കൂട്ടായ്മ, പ്രായഭേദമന്യേ വലിയ കൂട്ടായ്മ, ബന്ധങ്ങൾ, സുഹൃത്ത് വലയങ്ങളൊക്കെ പടയണി സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഇതൊക്കെയാണ് പടയണിയുടെ ഒരു ശക്തി എന്ന് പറയുന്നത്.